ഒരു സ്വാദിഷ്ടകരമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബിരിയാണി റൈസ് എങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളരെ രുചികരമായി ഒരു ബിരിയാണി റൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ട സാധനങ്ങൾ: ഗ്രാമ്പൂ, കുറച്ച് ജാതിപത്രി, പിന്നെ ഏലക്ക, കറുവാപ്പട്ട, ബേസിൽ ലീവ്സ്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും, കുറച്ച് മതി, കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള, 2 കപ്പ് ജീരകശാല അരി. 2 കപ്പ് ജീരകശാല അരിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായി നമുക്ക് നമ്മുടെ സവാള ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗോൾഡ് വിന്നറിൻ്റെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചൊരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചത്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. സവാള മൂപ്പിക്കുമ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, ഇത്തിരി ഉപ്പും കൂടി ഇടുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് നല്ലോണം വഴഞ്ഞ് കിട്ടും. അതുകൊണ്ട് നല്ലോണം അത് വഴറ്റിയെടുക്കുക. എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് കരിഞ്ഞു പോലല്ല, ഒരു ബ്രൗൺ കളർ വരുന്ന പോലെ. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവുക എന്നല്ല, പക്ഷേ ഒരു മിതമായ രീതിക്ക് അത് ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് വാങ്ങാവുന്നതാണ്. ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ പ്രക്രിയ തന്നെ ഇതാണ്. നമ്മളിത് വഴറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളൊരു കുക്കറോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന സവാളയുടെ എണ്ണ ഒഴിച്ചാൽ മതി. ആവശ്യാനുസരണം വീണ്ടും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ഓൾ സ്പൈസസ് എല്ലാം കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. കൂടെ ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ. അതിലേക്ക് നമ്മുടെ അരി കഴുകി വെള്ളം മാറ്റി വെച്ചിരുന്ന അരി നമ്മളിതിലേക്കിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം. നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ നല്ലോണം മിക്സ് ആയെന്ന് നമുക്ക് തോന്നണം. അതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അരി പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിൽ 3.5 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിക്കുന്നത്. അരി വേവ് അനുസരിച്ചാണ്. ചില അരിക്ക് 4 കപ്പ് വേണം, ചില അരിക്ക് 3.5 മതി. അപ്പോൾ നമ്മുടെ വേവ് നോക്കിയിട്ട്, ഇപ്പോൾ ഇവിടെ ജീരകശാല അരി എടുത്തിരിക്കുന്നത്, അതിനൊരു 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ഇടുക. ഉപ്പ് എപ്പോഴും വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുക. വെള്ളത്തിൽ എപ്പോഴും ഉപ്പ് മുന്നിലായിരിക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുക. മഞ്ഞൾപ്പൊടി ഇടുന്നത് അതിനൊരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ടാണ്. നാരങ്ങ നീര് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇതെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുക്കർ വിസിൽ വെക്കുക. ഒരു വിസിലാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിലാവുമ്പോൾ നമുക്ക് അത് മാറ്റി സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം വിസിൽ പോകുന്നവരെ നമുക്കത് വെക്കാവുന്നതാണ്. അപ്പോൾ അരി നല്ലോണം ആയി ഒരു പ്രത്യേക മണമൊക്കെ വരും. നമുക്ക് വിസിലാവുമ്പോൾ നമുക്ക് കുറച്ച് നേരം വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ല ആവി പറക്കുന്ന ചോറ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മളൊന്ന് എല്ലാം ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. വീണ്ടും മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. വളരെ സ്ലോയിൽ നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമ്മളൊരു പാത്രം എടുക്കുക. അതിലേക്ക് ചോറ്, മല്ലിയില, പുതിനയില, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ലെയർ ചെയ്യുകയാണ്. എല്ലാം കൂടെ ലെയർ ചെയ്ത ശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാം എല്ലായിടത്തും എത്തുന്നത് പോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ തത്തിപ്പൊത്തി വെക്കുക. തത്തിപ്പൊത്തി വെക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം. ആ ഒരു ഫ്ലേവർ എല്ലാത്തിലും ഇങ്ങനെ ഇറങ്ങുന്നത് പോലെ ഇരിക്കണം. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന ശേഷം ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സ്വാദിഷ്ടമായ ഒരു ബിരിയാണി റൈസ് റെഡിയായി. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ പറ്റും. ഇതൊന്നുമില്ല, നമുക്ക് വെറുതെ സവാളയും നമ്മുടെ സാലഡും അച്ചാറും ഉണ്ടെങ്കിലും ഈ റൈസിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.